വുളു എടുത്തു വന്ന ഒരാൾ എങ്ങനെയാണ് നമസ്കാരം തുടങ്ങേണ്ടത്? നമസ്കരിക്കാൻ കിബിലയ്ക്ക് നേരെ നിൽക്കണം. നോട്ടം സുജൂദ് ചെയ്യുന്ന സ്ഥാനത്തേക്കായിരിക്കണം. നിയ്യത്തോടു കൂടി തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുക. തക്ബീർ ചൊല്ലുമ്പോൾ കൈ രണ്ടും ചെവിയുടെ നേരെ ഉയർത്തണം. ശേഷം വലത്തെ കൈകൊണ്ട് ഇടത്തെ മണിക്കണ്ടിൽ പിടിച്ച് നെഞ്ചിന്മേൽ വെക്കുക. ദുആഉൽ ഇഫ്തിതാഹ് ഏതെല്ലാം റക്അത്തിൽ ചൊല്ലണം? ഒന്നാമത്തെ റക്അത്തിന്റെ തുടക്കത്തിൽ മാത്രമേ ചൊല്ലേണ്ടതുള്ളൂ. പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് ശേഷം എന്താണ് ചെയ്യേണ്ടത്? അഊദു ബില്ലാഹി സൂറത്തുൽ ഫാത്തിഹ ഓതണം. ഇതിനെ തുടക്കത്തിൽ അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്നും അവസാനത്തിൽ ആമീൻ എന്നും പറയൽ സുന്നത്താണ്. ഫാത്തിഹയും സൂറത്തും എല്ലാ നമസ്കാരത്തിലും ഉറക്കെ പാരായണം ചെയ്യുന്നതിൽ തെറ്റുണ്ടോ? നമസ്കാരത്തിന്റെ ആദ്യ 2 റക്അത്തുകളിൽ ഫാത്തിഹയും സൂറത്തും ഉറക്കെ പാരായണം ചെയ്യാം. എന്നാൽ ളുഹർ, അസ്ർ നമസ്കാരങ്ങളിൽ പതുക്കെയാണ് ഓതേണ്ടത്. എല്ലാ നമസ്കാരത്തിലെയും ആദ്യത്തെ 2 റക്അത്തുകളിലാണ് ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തോ ആയത്തുകളോ പാരായണം ചെയ്യേണ്ടത്. ജമാഅത്തായി നിർവഹിക്കപ്പെട്ട സുന്നത്ത് നമസ്കാരങ്ങളിൽ പതുക്കെയാണ് ഫാത്തിഹയും സൂറത്തും ഓതേണ്ടത്. നമസ്കാരത്തിൽ മഅ്മൂമുകൾ ഫാത്തിഹ ചൊല്ലുന്നതിനെ കുറിച്ച് അഭിപ്രായം എന്താണ്? ഇമാം ഫാത്തിഹ ഓതുന്ന സമയത്ത് പിന്നിലുള്ളവർ ഇമാമിന്റെ കൂടെ പതുക്കെ ഓതണം. അല്ലെങ്കിൽ ഇമാമിന്റെ ഫാത്തിഹ കഴിഞ്ഞ ഉടനെ ഫാത്തിഹ പതുക്കെ ചൊല്ലാവുന്നതാണ്. ഇമാം ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ മഅ്മൂമുകൾ ചെയ്യേണ്ടതെന്താണ്? ഇമാം ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ പിന്നിൽ നമസ്കരിക്കുന്നവർ ഇമാമിനോടൊപ്പം ഉറക്കെ ആമീൻ എന്നു പറയണം. ജമാഅത്തായി നമസ്കരിക്കുമ്പോൾ ഇമാമിന്റെ ഖുർആൻ പാരായണം മഅ്മൂം ശ്രദ്ധിച്ചു കേൾക്കണം. സൂറത്ത് ഓതിക്കഴിയുന്നതോടെ ഇമാമിനെ പിന്തുടർന്ന് റുകൂഅ് ചെയ്യണം. കൈപ്പടങ്ങൾ കാൽമുട്ടുകളിൽ വെച്ച് കുനിഞ്ഞു നിൽക്കുന്നതാണ് റുകൂഅ്.